അച്ഛന് രാവിലെ കഞ്ഞി, പയറ്, ഓംലെറ്റ്, അച്ചാർ, ഓംലെറ്റ്. കഞ്ഞിയും കുടിക്കണം കേട്ടോ. കഞ്ഞി കുടിക്കും. കഞ്ഞി കഴിക്കില്ല. കഴിക്കുന്നത് വെള്ളം കഴിക്കാനുള്ള കഞ്ഞി അതിനകത്ത് ഓംലെറ്റ് കഴിച്ച് അതുകൂടെ കഴിക്കും. കഞ്ഞിയും കൂടെ കുടിക്കണം കേട്ടോ. അതാ നല്ല ചൂട് കഞ്ഞിയല്ലേ, ശകലം കുടിക്കും. വിളിക്കാം. മുട്ട മൊത്തം കഴിക്കുക. കഞ്ഞി അങ്ങോട്ട് അത് ഗ്ലാസ്സിനകത്ത് എഴുതി വെച്ചിരിക്കുന്നേ. കഴിക്കാതെ വിടത്തില്ല. ചില ഓംലെറ്റിന്റെ കുറച്ച് കഴിച്ചു. നീ കഞ്ഞി അച്ഛൻ കുടിക്കുന്നില്ല. ഈ കഞ്ഞി കുറച്ച് കുടിച്ചോട്ട്, ശകലം കുടിച്ചോട്ട്. കഞ്ഞി ശകലം കുടിക്കും. കഞ്ഞി 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 കണ്ടത് ഇത്. ഓ അച്ഛൻ കുടിക്കത്തില്ലുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ്റെ കഞ്ഞി ഇപ്പം കഴിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ തന്നെ വെച്ചേക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ വെച്ചെടുത്ത് കുടിക്കും. കുടിക്കണം കേട്ടോ. ഓക്കെ, വെള്ളം കുടിച്ചു. ശകലം കുടിക്കും. ശകലം കുടിക്കും. ആ വെള്ളം കുടിച്ചു. കുറച്ച് കുടിച്ചാൽ മതി. കുടിച്ചോട്ട്. ഡബിളാ. അല്ല, ഇത് കഴിച്ചിട്ട് വെക്കാം. എന്ത് പറയാനും കേൾക്കത്തില്ല കേട്ടോ. ഭയങ്കര പിടിവാശിയ. വേണ്ട, ഇത് കഴിച്ചിട്ട് ശകലം കഴിക്കും. ശകലം കുടിച്ചോട്ട്. അച്ഛൻ കഴിച്ചു. അച്ഛൻ കഞ്ഞി കുടിച്ചതിനെ പറ്റിച്ചില്ലേ. അച്ഛൻ കഞ്ഞി കുടിച്ചില്ല. അപ്പം ഇപ്പം ഞാൻ ഒരു ഏത്തപ്പഴം എടുത്ത് കൊടുത്തു. ആ ഏത്തപ്പഴം ഈ മുട്ട കൂടെ കഴിച്ചോണം. പക്ഷെ അത് കഴിച്ചോട്ടെ. ഇപ്പം കഞ്ഞി കുടിച്ചില്ല. അപ്പം ഈ ഏത്തപ്പഴം കഴിക്കും. കഴിച്ചോട്ടെ. ഓംലെറ്റിന്റെ കുറച്ച് കഴിച്ചു. ഈ കഞ്ഞി മാത്രം കുടിച്ചില്ല. കഴിച്ചു. സാറ് കഴിച്ചു. ഞാൻ കഞ്ഞി കുടിക്കുക. ഈ കഞ്ഞി വെക്കണ വല്ല കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിക്കട്ടോ. അപ്പം RC കഞ്ഞി മാറ്റി ഓംലെറ്റ് പകുതിയും പഴം കഴിക്കും. കഞ്ഞി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ചോറിനൂടെ ചീരത്തോരനാണ്. ചീര കറിഞ്ഞ് വൃത്തിയാക്കി വെച്ചു. അത് അടുപ്പിലേക്ക് വെച്ചു. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്തു. മിക്സ് ചെയ്തു. നമ്മുടെ ചീരത്തോരൻ റെഡിയായി. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു ഉണക്കമീൻ കറിയാണ്. അതിനകത്ത് ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ഏത്തയ്ക്ക ഇതെല്ലാം കൊണ്ട് മിക്സ് ചെയ്തു. അരപ്പ് ചേർത്തു. നമ്മൾ പാകം ചെയ്യാനായിട്ട് വിറകടുപ്പിലേക്ക് വെച്ചു. കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തു. ഉപ്പ് കുറച്ചിട്ടുള്ളൂ. പിന്നെ കുടംപുളി ഇട്ടു. ഇത് നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല രുചിയുള്ള അടിപൊളി കറിയാണ് കേട്ടോ. കാരണം ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കാറുണ്ട്, ഏത്തക്ക എടുത്ത് കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ വഴുതനങ്ങ എടുത്ത് കഴിക്കാം. അതിനെ കൂടെ മീൻ്റെ കഷ്ണം കഴിക്കാം. നമസ്കാരം. ഇത് കൈതച്ചക്ക കഴിക്കണേ. മധുരമുള്ള കഴിച്ചോ. ഒരു പഴവും തറവല്ലേ വെച്ച് കഴിച്ചോ. ഒരു ഏത്തപ്പഴം കഴിച്ചു. മുട്ടയുടെ പകുതിയും കഴിച്ചു. ഇങ്ങോട്ട് കഴിക്കട്ടെ. നാർച്ച് ഫ്രൂട്ട്സിലേക്ക് മധുരമുള്ളേ. കൊള്ളാവോ? ഫസ്റ്റ് ക്ലാസ്. ഇഷ്ടപ്പെട്ടോ? നാളെ ഞാൻ കഴിച്ചു നോക്കാം. മധുരമുണ്ടോ? കഴിച്ചോ. RC ഇത് കഴിക്കും. കഴിച്ചോട്ടെ. കഴിച്ചോ. ചാള പിടിച്ചു. ഷമീറിൻ്റെ അവിടെ നിന്ന് നല്ല അടിപൊളി നെയ്ച്ചാളയായിരുന്നു. കുറച്ച് പനിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു. ആ ചാളയും കൂടി വറുത്തു. ഇനിയിപ്പോൾ അച്ഛന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സംഭവമായി. അച്ഛന് ചോറ്, ഉണക്കമീൻ, ഉരുളക്കിഴങ്ങ് കറി, ചീരത്തോരന്, മീൻ വറുത്തത്. ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് കഴിച്ചപ്പോൾ ഇതൊക്കെ കഴിച്ചോട്ടെ. ചോറും കഴിക്കണേ. പനിഞ്ഞിലുണ്ട്, എല്ലാം ഉണ്ട് മീൻ്റെ. അത് കഴിച്ചോ. നല്ലേ. അതെ, നല്ല വീട്ടിൽ എന്ന് പറഞ്ഞാൽ വിളിയിടുമ്പം അതിൻ്റെ ശബ്ദം വരത്തില്ല. അതെ, അതെ, ശരി തന്നെ. നല്ല രുചിയുള്ള. അതെ, അതെ, നല്ലതാണ്. നമ്മളിവിടെ ഉത്സവമാണ്. ഇന്ന് നാളെ ഇവിടെ തൊട്ടപ്പുറത്ത് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അതിനെയാണ് സൗണ്ട് കേൾക്കുന്നത്. RC കഴിച്ചോണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ചാളയാച്ചാ. കഴിച്ചൊക്കെ ചെന്ന് നല്ല ടേസ്റ്റാണ്.
കുറച്ചേ ഉള്ളായിരുന്നു പനിഞ്ഞില്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വലിയ ചാള. ചാളയ്ക്ക് വില 280 രൂപയാണ് ഒരു കിലോ. 240. ഞാനൊരു 1/2 കിലോ ചാള മേടിച്ചു 120 രൂപ. വറക്കാൻ വേണ്ടി മാത്രമേ മേടിച്ചുള്ളൂ. ഇതും കൂടെ എടുക്കണേ അച്ഛാ. ചീര കൂടെ എടുത്ത് കഴിക്കണേ. ചീര ഞാൻ എടുത്തരാം. ഈ ചീരയും കൂടെ എടുത്ത് ഇന്നത്തെ വില കഴിക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇല്ല അച്ഛാ? ഓക്കെ ഓക്കെ ഓക്കെ, സാരമില്ല സാറ് കഴിച്ചു. ഓക്കെ ഓക്കെ.